ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ പാടത്ത് ജനകീയമായി സംഘടിപ്പിച്ച നെൽകൃഷി വിളവെടുപ്പ് നാടിന്റെ ഉത്സവമായി മാറി. പാടശേഖര സമിതി പ്രസിഡന്റും പ്രദേശത്തെ മികച്ച കർഷകനുമായ മൊയ്തീൻ കുട്ടിയുടെ 5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അബ്ബാസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തേഞ്ഞിപ്പലം, പള്ളിക്കൽ എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ പള്ളിക്കൽ പ്രദേശത്തെ പുത്തൂർ പാടത്താണ് പാടശേഖര സമിതി പ്രസിഡന്റും പ്രദേശത്തെ മികച്ച കർഷകനുമായ മൊയ്തീൻ കുട്ടിയുടെ 5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. പുത്തൂർ പള്ളിക്കൽ പാടത്ത് സംഘടിപ്പിച്ച ജനകീയ കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി മാറി. പുത്തൂർ പള്ളിക്കൽ AMUP സ്കൂൾ, സന്ദീപാനി വിദ്യാനികേതൻ എന്നീ സ്കൂളുകളിൽ നിന്നുള്ള 100-ലേറെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദേശവാസികളും കർഷകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായത്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അബ്ബാസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മായം കലരാത്ത, കലർപ്പില്ലാത്ത നല്ല ഭക്ഷണമാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. അതോടൊപ്പം അതിലുണ്ടാകുന്ന അധ്വാനവും. പാടത്ത് കർഷകർ നൽകുന്ന 2 സന്ദേശമാണ്. ഒന്ന്, നല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ മായമില്ലാത്ത അല്ലെങ്കിൽ മറ്റു കലർപ്പില്ലാത്ത കർഷകക്കാർ പിന്നെ കാർഷിക മേഖലയിൽ അവർ കൃഷി ചെയ്യുന്ന നല്ല നെല്ലായാലും മറ്റു മേഖലകളിലുള്ള വിളകളായാലും നമ്മുടെ നാട്ടിൽ സുലഭമാകുമ്പോൾ നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഉതകുകയുള്ളൂ. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ പരിഷ്കൃത മേഖലയിൽ സായം സന്ധ്യകളിലൊക്കെ നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ കുറെ കാലത്ത് അങ്ങനെ നിന്നിരുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഇന്ന് വലിയ സൗകര്യത്തോടുകൂടി, വലിയ സാങ്കേതിക വിദ്യയോടുകൂടി, സാങ്കേതിക ശാസ്ത്ര മേഖലകളിലൊക്കെ വലിയ പുരോഗതി കൈവരിച്ച് ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഏതായിരുന്നാലും വളരെ നീട്ടി വരുന്നൊന്നും പറയുന്നില്ല. തീർച്ചയായും ഇത്തരം പരിപാടികൾ വരും തലമുറകളെയും കൂടി പരിചയപ്പെടുത്തുന്ന ഇത്തരം പരിപാടികൾ അന്യം നിന്ന് പോകാതിരിക്കാൻ ഇപ്പൊ തന്നെ നമുക്ക് ഈ പ്രദേശത്ത് നോക്കിയാൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലും തേഞ്ഞിപ്പലം പഞ്ചായത്തിലുമായി ഏറ്റവും കൂടുതൽ പാടം ഉള്ള ഒരു ഈ ഏരിയയും കൂടിയാണ്. തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം നസീമ യൂനുസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T വിജിത്ത് മുഖ്യാതിഥിയായിരുന്നു. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡംഗം NP നിതീഷ്, പള്ളിക്കൽ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ K വിമല, P മിനി, തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം PV ജാഫർ, കൃഷി ഓഫീസർ മിർദുൽ വിനോദ്, കൃഷി അസിസ്റ്റന്റ് K സന്തോഷ് കുമാർ, പാടശേഖര സമിതി പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി, മുൻ പഞ്ചായത്ത് അംഗം ജയ്നിദാസ്, പുത്തൂർ പള്ളിക്കൽ AMUP സ്കൂൾ പ്രധാനാധ്യാപകൻ അഫ്സൽ മാസ്റ്റർ, വിദ്യാനികേതൻ സ്കൂൾ ലീഡർ ആരാധ്യരാജ്, കർഷകരായ K നാഗൻ, കടവത്ത് ഗംഗാധരൻ, TK കുഞ്ഞാമു, മമ്മദു കല്ലിടുമ്പിൽ, KT ബീരാൻ, PV അബൂബക്കർ, ഹംസ കോഴിത്തൊടി തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.